സെൽ വേഴ്സസ് സെയിൽ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സെൽ എന്താണ് എന്ന് നോക്കാം. സെൽ എന്നത് ഒരു വെർബാണ്. ഇതിൻ്റെ അർത്ഥം വിൽക്കുക എന്നാണ്. ഇതിൻ്റെ V2 ഫോം സോൾഡ്, വിറ്റു എന്നാണ് അർത്ഥം. ഇതിൻ്റെ V3 ഫോമും സോൾഡ് എന്ന് തന്നെയാണ്. V3 ഫോം നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ഹാസ്, ഹാവ്, ഹാഡ് ഇവയ്ക്ക് ശേഷമാണ്. ഹാസ് അതല്ലെങ്കിൽ ഹാവിന് ശേഷം സോൾഡ് എന്ന V3 ഫോം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വിറ്റിട്ടുണ്ട് എന്ന അർത്ഥമാണ് കിട്ടുക. ഇനി ഹാഡിന് ശേഷം നമ്മൾ V3 ഫോം ആയിട്ടുള്ള സോൾഡ് ഉപയോഗിക്കുമ്പോൾ വിറ്റിട്ടുണ്ടായിരുന്നു എന്ന അർത്ഥവുമാണ് കിട്ടുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം. വി സെൽ ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ് ഹിയർ. ഞങ്ങൾ ഇവിടെ എല്ലാത്തരം സാധനങ്ങളും വിൽക്കുന്നു, അതല്ലെങ്കിൽ വിൽക്കാറുണ്ട് എന്നൊരർത്ഥം കൂടെ ഇതിന് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് V1 ഫോമാണ്. അടുത്ത എക്സാമ്പിൾ, ഷീ സോൾഡ് ഹെർ ഓൾഡ് കാർ യെസ്റ്റർഡേ. അവൾ അവളുടെ പഴയ കാർ ഇന്നലെ വിറ്റു. ഇവിടെ സോൾഡ് എന്ന V2 ഫോമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. They have sold their house. അവർ അവരുടെ വീട് വിറ്റിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹാവിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്നത് V3 വെർബാണ്. He has sold his new bike. അവൻ അവൻ്റെ പുതിയ ബൈക്ക് വിറ്റിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ഹാസിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്നത് V3 വെർബായിട്ടുള്ള സോൾഡ് ആണ്. ഇനി നമുക്ക് സെയിൽ എന്താണ് എന്ന് നോക്കാം. സെയിൽ എന്നത് ഒരു നൗണാണ്. ഇതിൻ്റെ അർത്ഥം വിൽപ്പന എന്നാണ്. ഇതിൻ്റെ പ്ലൂരൽ ഫോമാണ് സെയിൽസ് എന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഹി ഗെറ്റ്സ് 15% കമ്മീഷൻ ഓൺ ഈച്ച് സെയിൽ. അവന് ഓരോ വിൽപ്പനയിലും 15% കമ്മീഷൻ ലഭിക്കുന്നു. ദിസ് ഹൗസ് ഈസ് നോട്ട് ഫോർ സെയിൽ. ഈ വീട് വിൽപ്പനക്കുള്ളതല്ല. സം സ്റ്റേറ്റ്സ് ഹാവ് പ്രൊഹിബിറ്റഡ് ദ സെയിൽ ഓഫ് ലിക്കർ. ചില സംസ്ഥാനങ്ങൾ മദ്യവിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. ദിസ് കമ്പനി ഹാസ് എ ഗുഡ് സെയിൽസ് ടീം. ഈ കമ്പനിക്ക് ഒരു നല്ല സെയിൽസ് ടീം ഉണ്ട്.